സൗജന്യ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ വലിയ ഒരു ടീമുകളായി കൊച്ചിനെ കൊന്നതെന്ന് പറയാം. കിഡ്നപ്പ് ചെയ്തതും അവരാ എല്ലാം അറിയാം. എന്നാൽ സത്യം പുറത്തു കൊണ്ടുവരാൻ പറ്റുന്നില്ല, ആൾക്കാർക്ക് പറയാൻ പറ്റുന്നില്ല. അത്ര വലിയ വ്യക്തിയാണ്. പറഞ്ഞാൽ അവർ നാളെ ഇല്ല. ഈ ധർമ്മസ്ഥല വിഷയവുമായി ബന്ധപ്പെട്ട ആക്ഷൻ കമ്മിറ്റിയിലുള്ള ആളാണ്. അതെ അതെ. ഇതിനകത്ത് ഞങ്ങൾ മെയിനായിട്ടുള്ളത് ഇപ്പോൾ ഞങ്ങൾ 3 പേരുണ്ട് ഇതിനകത്ത്. ഒന്ന് മഹേഷ് തിമ്മറോടെയാണ്. അത് പുള്ളിയെ ഈ ഒരു കേസിന് അത് നേരെ നിന്ന പുള്ളിയാണ്. ഞങ്ങളൊരു കൺമണി എന്ന് പറയും ഇതിനകത്തുള്ള. പിന്നെ ഗിരീഷ് മട്ടെന്നവർ, ഞാൻ, പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങളെ പ്രസന്ന റവി, തമ്മണ്ണ ഷെട്ടർ എന്ന് പറഞ്ഞ് നമ്മുടെ കൂടെ ഉള്ള മംഗലാപുരത്തുള്ളവർ. എങ്ങനെയാണ് ഈ ഒരു കേസിലേക്ക് താങ്കൾ ഇൻവോൾവ് ആകുന്നത്? എൻ്റെ എന്ന് പറഞ്ഞ് ഞാനിപ്പം 2016 ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സമരം എന്ന് പറയുന്നത് മുമ്പിൽ വന്നുകൊണ്ടിരിക്കുന്നവനായിരുന്നു. ഈ ബസ്സില്ലാത്തപ്പം ബസ്സിന് വേണ്ടിയിട്ടെല്ലാം സമരം ചെയ്തുകൊണ്ടിരിക്കുന്നത്. 2016 എനിക്കായ ഒരു ഗവൺമെൻറ്റുമായിട്ടൊരു അന്യായത്തിൽ ഞാനൊരു 10 IAS, ഒരു IPS, ഒരു മിനിസ്റ്റർ മണ്ട ഞാൻ കേസ് ചാർജ് ചെയ്തായിരുന്നു. ആർ ടി ഐക്കകത്ത് റിപ്പോർട്ട് എടുത്തിട്ട്. അങ്ങനെയായിട്ട് ഞാൻ പിന്നെ കുറേ പണി എഴുതുന്നുണ്ട്. ആർക്ക് ബുദ്ധിമുട്ടാവും, വർത്തമാനം പറയും ഒരു മനുഷ്യനില്ലാവർക്ക്, അങ്ങനെ അവരുടെ കൂടെ നിന്ന് ഞാൻ ജോലി ചെയ്തുകൊണ്ടിരുന്നതായിരുന്നു. അങ്ങനെയായിട്ട് എന്നോടും ചോദിച്ചുകൊണ്ടായിരുന്നു, എന്തുകൊണ്ട് ജയന്ത് നിങ്ങൾ എന്ത് ഇതിന് കയറുന്നില്ല, എന്ത് കൂടുന്നില്ലെന്ന്. പിന്നെ ഒരു സൈഡിൽ നിന്ന് എൻ്റെ പത്മലത്ത എൻ്റെ കുടുംബക്കാരാണ്, അതൊരു സൈഡിൽ നിന്നുണ്ട്. പിന്നെ 2012 അന്ന് തുടങ്ങി ഇതിലുണ്ടായിരുന്നു. എന്നാലും നമുക്ക് അത്ര ഒരു നോളജ് ഇല്ലായിരുന്നു, ആ ഒരു സാമ്പത്തികം ഇല്ലായിരുന്നു അതിന് വേണ്ടിയിട്ട് പോകാനായിട്ട്. അതുകൊണ്ട് അത്ര പോകാൻ പറ്റില്ലായിരുന്നു. അത് പിന്നെ കോർട്ടിൽ കിടക്കുമായിരുന്നു. ഇപ്പോൾ അതിൻ്റെ സത്യാസത്യം പുറത്ത് വന്നപ്പോൾ നമ്മൾ നേരിട്ട് ഇറങ്ങേണ്ടി വന്നത്. അങ്ങനെ ഈ ഒരു പത്മലതേൻ്റെ വിഷയം ഉള്ളത് കൊണ്ടാണ് താങ്കൾ ഈ കേസിലേക്ക് വരുന്നത്? അല്ല, പത്മലത്തേന്നല്ല, ടോട്ടലായിട്ട് ഇത് ഒരു പ്രശ്നം തന്നെയല്ലേ സാറേ. ഇത് വലിയ ചെറിയ പ്രശ്നമല്ല, വലിയ പ്രശ്നം. ഇത് സൗജന്യ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ വലിയ ഒരു ടീമുകളായി കൊച്ചിനെ കൊന്നതെന്ന് പറയാം. കിഡ്നപ്പ് ചെയ്തതും അവരാ, അത് ഗ്രൂപ്പ് റേപ്പ് ചെയ്തതും അവരാണെന്നറിയാം. എല്ലാം അറിയാം. എന്നാൽ സത്യം പുറത്തു കൊണ്ടുവരാൻ പറ്റുന്നില്ല, ആൾക്കാർക്ക് പറയാൻ പറ്റുന്നില്ല. അത്ര വലിയ വ്യക്തിയാണ്. പറഞ്ഞാൽ അവർ നാളെ ഇല്ല. ഒന്ന് തൂക്കിക്കൊന്നു, ഒന്ന് സ്ലോ പോയിസണിൽ കൊന്ന്, ഒന്ന് ആക്സിഡൻറ്റിൽ കൊന്ന്, ഒരു സ്ത്രീനെ കുളത്തിൽ തള്ളിയിട്ട് കൊന്നു. ഈ രീതി ഇതിന് സാക്ഷിയുള്ളവർ ഈ രീതി കൊലപ്പെടുത്തിയവരാ. ഇത് കൊല ആവുന്നേ അറിയാം. പിന്നെ ഞാൻ 8ാം ക്ലാസ് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ അച്ഛനും പറഞ്ഞോടായിരുന്നു ഈ പത്മലത്ത. അന്നൊക്കെ ഒരു മനസ്സിലുണ്ടായിരുന്നു, എനിക്ക് സമയം കിട്ടുവാന്ന് എൻ്റെ ജോലി ഞാൻ ചെയ്യുമെന്ന്. കിട്ടിയ അതുകൊണ്ട് ഞാൻ ചെയ്യുന്നുണ്ട്. ഈ ധർമ്മസ്ഥല വിഷയവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇപ്പോൾ നടക്കുന്ന ആരോപണങ്ങളായാലും എല്ലാ കാര്യങ്ങളും ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നടക്കുന്നത് തന്നെയാണെന്നാണ്. നമ്മൾ ക്ഷേത്രം വേറെ, ഈ ആരന്യായം ചെയ്ത് അവരെ ഓപ്പോസിറ്റ് നമ്മൾ ചെയ്യുന്നത്. ക്ഷേത്രമായിട്ട് നമ്മളൊന്നും ചെയ്യുന്നില്ല. കുറേ ആൾക്കാർ ഇപ്പം യൂട്യൂബ് അത് ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ചിലവർ നമുക്ക് ഓപ്പോസിറ്റായിട്ട്, ചിലവർ കാശ് മേടിച്ചിട്ട് എന്ന് പറഞ്ഞാൽ ഇവർ ക്ഷേത്രം തന്നെ പറയുന്നത്. ഇല്ല, ക്ഷേത്രം എന്ന് ഞങ്ങൾ ഇന്നും പറയുന്നത് അന്നും പറയുന്നത്. അവിടെയുള്ള മഞ്ജുനാഥ സ്വാമി, അണ്ണപ്പസ്വാമി, ഇവരെ ഞങ്ങളിപ്പോൾ നിയമിച്ചേക്കുന്നത്. ഇല്ലെങ്കിൽ അവർ ഞങ്ങൾ ഇതിനുവേണ്ടി നിയമിച്ചില്ലെങ്കിൽ ഇന്ന് ജീവിച്ചിരിക്കണേ ഞങ്ങൾ എപ്പോഴേ തീർന്നു പോയനെ. അവർക്കും അവരുടെ മുമ്പിൽ നടക്കുന്നത് എന്തോ കാണാൻ പറ്റാത്തതാണെന്നോ കണ്ട് മതിയായെന്ന് പറയില്ല. അതുകൊണ്ട് നമ്മൾ നിയമിച്ചേക്കുക, നിങ്ങൾ ചെയ്തേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട്. അതുകൊണ്ട് ഒരിക്കലും അമ്പലത്തിൻ്റെ എതിർപ്പല്ല. അമ്പലം നമ്മുടേതാ, ഹിന്ദു ക്ഷേത്രമാ. ആ ഹിന്ദു ക്ഷേത്രം നടത്തിക്കൊണ്ടിരിക്കുന്ന ധർമ്മക്കാരാ. ആ ധർമ്മക്കാർ നടത്തട്ടെ, വേണ്ടെന്ന് പറയാലായിരുന്നു. എന്നാലും അന്യധർമ്മക്കാരെ ഇരുത്തിട്ട് ആ ക്ഷേത്രത്തിൽ ശിവനെ ഇരുത്തിയിട്ട് ഇത് ചെയ്യുന്ന തെറ്റല്ലയോ. അതും കൊണ്ട് ഞങ്ങൾ ഇത് എതിർക്കുന്നത്. ഈ അമ്പലം വെച്ചിട്ട് ബിസിനസ് ഉണ്ടാക്കാൻ പാടില്ലെന്ന്. ഓക്കെ, ഈ SIT-നെ ഒക്കെ ഇന്നലെ രൂപീകരിക്കുന്ന ഒരു അറിയിപ്പ്, അതിൽ 2 പേര് പിന്മാറിയതായൊരു പുറത്തു വരുന്നുണ്ട്. അതെ, അതിനോടൊക്കെ എങ്ങനെയാണ് പറയുന്നത്? ഇതൊരു നീതി ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്? അല്ല, ഇപ്പം നമ്മൾക്കെന്ന് പറഞ്ഞാൽ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ പ്രണാബ് മോഹന്തി, ആ നല്ല കർണാടക രാജ്യത്ത് നല്ലൊരു ഓഫീസറാണ് എന്ന് പറഞ്ഞാൽ. ഇതെങ്ങനെ അങ്ങ് മനസ്സിലായെന്ന് പറഞ്ഞാൽ ഈ സൗജന്യ ഫൈറ്റിനകത്ത് രാത്രിയും പകലെന്ന് പറഞ്ഞാൽ എല്ലാ ജഡ്ജ്, ഓഫീസർമാർ, പിന്നെ എന്താ വ്യക്തി, അവർ എന്താ സ്വഭാവം ഞങ്ങൾ മനസ്സിലായി. അങ്ങനെ ഈ കർണാടക രാജ്യത്ത് ആരെ നല്ല മനുഷ്യന്മാരെ ഉള്ളതെന്നും നമുക്ക് മനസ്സിലായി. ആ പ്രകാരം നോക്കുകയാണെങ്കിൽ പുള്ളി നല്ലൊരു മനുഷ്യന് ആ പുള്ളീൻ്റെ നേതൃത്വത്തിൽ ഇപ്പം ചെയ്തുകൊണ്ട് ഇതാക്കുന്നത്. അതുകൊണ്ട് നമുക്ക് നീതി ലഭിക്കുമെന്ന് നമ്മൾ പറഞ്ഞുകൊണ്ട്. ഇതിൽ 2 പേര് താല്പര്യമില്ലാന്ന് പുറത്ത് വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ ആ ഒരു വിഷയത്തിൽ SIT പുതിയ ടീം രൂപീകരിക്കപ്പെടുന്നതാണോ? അതിപ്പം ആരാന്ന് പറഞ്ഞാൽ ഇപ്പം ഇത് മോന്തി സാറുണ്ടല്ലോ, അവർ നിയമിക്കും ആരെ വേണ്ടതെന്ന്. അവർ പറയും ആരെ വേണ്ടതെന്ന്. അതിൻ്റെ മണ്ഡലത്തിൽ നിയമിക്കും, നല്ല ആൾക്കാർ തന്നെ നിയമിക്കും. എന്ന് പറഞ്ഞാൽ തമാശയായിട്ട് എടുക്കാൻ പറ്റിയല്ല ഇത് പറഞ്ഞാൽ. ഇത് വലിയൊരു പ്രശ്നം. ഇത് 1, 2 ഇപ്പം 100ഓളം എന്ന് പറഞ്ഞല്ലോ. അത് 100 ആവാം, 200 ആവാം, 300 ആവാം, 1000 ആവാം, പറയാൻ പറ്റിയല്ല. അന്നേരം അതിൻ്റെ രീതിയിൽ ഇത് പോകുമെന്ന് ഞാൻ പറയുന്നത്. ഈ ധർമ്മസ്ഥല ആക്ഷൻ കമ്മിറ്റി കേരള ഘടകം എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പൊക്കെ ഉണ്ടായിട്ടുണ്ട്. അത്തരത്തിലൊരു കേരള ഘടകം അങ്ങനെ ഒരു സംഭവം ഇല്ല. ഇന്ത്യയിൽ എവിടെ അങ്ങനെ ഇല്ല. അങ്ങനെ ഇല്ലാത്തത് കൊണ്ട് മാത്രം ഇന്ന് സത്യമായിട്ട് നിലനിന്നത്. പിന്നെ എന്തുകൊണ്ടാണ് ഈ ഒരു മുൻ ഒരു ലോറി ഉടമ ഒരു മനാഫ് ഒക്കെ ഈ ഒരു വിഷയം
വിഷയത്തിൽ? ഇല്ല, ഞാൻ ഇന്നത് കാര്യം പറഞ്ഞത് ഗ്രൂപ്പ് എനിക്ക് മലയാളം വായിക്കാൻ അറിയില്ല. ഗ്രൂപ്പ് ചെയ്തായിരുന്നു. ഞാനോർത്ത പുള്ളിൻ്റെ നമ്പറാണോ എന്താണെന്ന് അറിയാലായിരുന്നു. ഞാൻ സേവും ചെയ്തില്ലായിരുന്നു. അങ്ങനെ നമ്മൾ ഗ്രൂപ്പ് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ഇന്ന് മലയാളം അറിയുന്നവർ വായിച്ചത് എന്താണെന്ന് അന്നേരം മനസ്സിലായി. അമ്പലത്തിന് ഇവിടെ ഭീകരം എന്തോ അവതാരം എന്തൊക്കെ എഴുതിയത്. ഞാൻ പറഞ്ഞു ഇങ്ങനെ പറ്റിയല്ല. അന്ന് മഹേഷൻ എന്ന് പറഞ്ഞ് ഗിരീഷൻ എന്ന് പറഞ്ഞ് എന്നെ വിളിച്ച് ചോദിച്ചുകൊണ്ട് ഇതെന്താ സംഭവം എന്ന് ചോദിച്ചുകൊണ്ട് അങ്ങനെ ആ ഗ്രൂപ്പൊക്കെ എഡിറ്റ് ചെയ്ത് അങ്ങനെ ഒരു സംഭവം എവിടെയില്ല. ആർക്ക് വേണം സ്വയം ഇച്ഛയും കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ നാട്ടിൽ ആരെങ്കിലും മരിച്ചെന്ന് പറഞ്ഞാൽ ശരി, അവരെ വിളിച്ച് കാര്യം പറഞ്ഞിട്ട് കേസ് കൊടുപ്പിക്കുന്ന ആ പണി ചെയ്യാം. പിന്നെ ഞങ്ങൾ അറിയിപ്പിക്കുന്ന പണി ചെയ്യാം. ആ പണി ചെയ്യാനാണ് പറയുന്നത്. ആരെങ്കിലും ഇങ്ങനെ സംഭവിച്ച് ധർമ്മസ്ഥലത്ത് വന്ന് മരിച്ച് ഇല്ലേ ഇടികൊണ്ട് വേദനിച്ച് ഉള്ളവരെ വിളിച്ച് അവരെ അവിടെ ഇപ്പം ഇന്ത്യയിൽ എവിടെ ആർക്ക് വേണമെങ്കിലും പരാതി കൊടുക്കാമല്ലോ. ആ രീതി പരാതി കൊടുക്കാൻ ഞാൻ പറയുന്നത്. പരാതി കൊടുത്ത് നിങ്ങളിങ്ങനെ പണി ചെയ്തോ, ഞങ്ങളൊന്ന് അറിയിപ്പിച്ചോ ഇങ്ങനെ ചെയ്തുകൊണ്ടുണ്ടോ, കുഴപ്പമില്ല, അത്രയാണ് പറയുന്നത്. അല്ലാതെ അതിന് വേണ്ടിയിട്ട് മറ്റേ ആക്ഷൻ കമ്മിറ്റി എന്ന് പറഞ്ഞിട്ട് അവിടെ നിയമിച്ചിട്ടില്ല. നിങ്ങൾ മാത്രമാണ് ഇത് ഔദ്യോഗികമായിട്ടുള്ളതെന്നാണ്? അതെ, ഇപ്പോൾ ഞങ്ങൾ 3 പേര് നിൽപ്പുണ്ട്. യെസ്. ബാക്കിയുള്ള ടീമൊന്നും വേറെ ഒരു ടീമെന്നാൽ എവിടെ ഒരു പ്രസിഡൻ്റെന്നാവട്ടെ സെക്രട്ടറി ഇവിടെ ആരെയും നിയമിച്ചിട്ടില്ല. നമ്മളായിട്ട് ഇപ്പം എന്ന് പറഞ്ഞാൽ ഈ ഒരു പ്രശ്നത്തിൽ ഞാൻ എൻ്റെ രീതി എൻക്വയറി ചെയ്ത് ഈ ഒരു സംഭവങ്ങൾ ഞാൻ ചില കാട്ടിക്കൂടെയൊക്കെ കയറിപ്പോയി വീഡിയോ എടുത്ത് ചിലർ പറഞ്ഞ് ആന്നോ അല്ലോ ഇതെല്ലാം എൻക്വയറി ചെയ്തിട്ടാണ് ഞാനും ഇത് ശരി നിൽക്കുന്നത്. നമുക്ക് ആരെയും കള്ളം പറഞ്ഞിട്ട് ഒരുത്തനെ കുഴി കൊണ്ടിടുന്ന കാര്യം നമുക്കില്ല. നമ്മൾ ചെയ്യേയില്ല. അത് നമ്മൾ ഇന്ന് വരെ പറഞ്ഞ് സത്യം തന്നെ പറഞ്ഞ് കള്ളം പറയില്ല. കള്ളം പറഞ്ഞ് നമുക്കൊരു വലിയ ആളാവാനോ അല്ലെങ്കിൽ MLA ആവാനോ കാശുണ്ടാക്കാനോ ആ രീതി വന്നതല്ല. ഞാനും ഇന്ന് ഇത് വന്നേക്കെന്ന് പറഞ്ഞാൽ ഞാൻ അധ്വാനിച്ച കാശിനകത്ത് എൻ്റെ പിള്ളേർക്ക് കൊടുക്കുന്ന ഭക്ഷണത്തിൻ്റെ കാശിനകത്ത് ഒരുപാട് ഇത് ഇട്ടിട്ട് നമ്മുടെ ഒരു കുടുംബക്കപ്പെന്നാന്ന് പറഞ്ഞിട്ട് ഇവിടെ മരിച്ചതും അതേപോലെ തന്നെ നമ്മുടെ ഒരു കുടുംബം ആ രീതിയിൽ ഞാൻ ഇറങ്ങിയേക്കുന്നത്. Subscribe to One India and never miss an update.